Hey guys, welcome to the new video. ഇന്ന് നമുക്ക് വെജ് പുലാവ് എങ്ങനെ ഈസിയായി പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനായിട്ട് ആദ്യം കുക്കർ ഒന്ന് ഹീറ്റ് ആയ ശേഷം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായാൽ കുറച്ച് നല്ല ജീരകം കൂടെ ആഡ് ചെയ്യാം. ഒപ്പം തന്നെ ആവശ്യമായ സ്പൈസസ് കൂടെ ആഡ് ചെയ്യാം. 3-4 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 ബേ ലീഫ്, പട്ട ഇതെല്ലാം കൂടെ ചേർക്കാം. സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ആവശ്യമായ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഒപ്പം തന്നെ ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയാൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒപ്പം ഒരു ചെറിയ കപ്പ് ക്യാരറ്റും ചെറിയ കപ്പ് കോളിഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബൗൾ ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുകൂടാതെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മഷ്റൂമോ പനീറോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അരി ചേർക്കാം. ബസ്മതി റൈസ് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചതാണ്. അരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് വെള്ളം ചേർക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം വെജിറ്റബിൾസിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കുക. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് ഫ്രൈഡ് ഒണിയനും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെജ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയ ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചിക്കൻ്റെ കൂടെയോ കോളിഫ്ലവർ ഫ്രൈയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.